മാസ്റ്റേഴ്സ് വിഘ്നേഷ്. നല്ല ചിരിയാണല്ലോ വിഘ്നേഷിന്റെ. സ്ഥലം എവിടെയാ? തൃപ്പൂണിത്തറ. അപ്പൊ ഇവിടെ ഇപ്പൊ അഖിലും ശ്രീയും പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാല് ട്യൂണുകളൊക്കെ മാറി ഭക്തിഗാനങ്ങളിലേക്ക് പോവാണ്. പക്ഷെ ലിറിക്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന ലിറിക്സ് ആയിരിക്കും ആണ്. അതിന് പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതായത് ട്യൂണടി. ഈ ട്യൂൺ അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 1.5 month ആയിക്കാണ്. അത്ര ആയിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ വൈറലുമായി. വലിയ സംഭവമാണ്. അപ്പം ശരി, അപ്പൊ ആദ്യം നമുക്ക് ട്യൂൺ അടിച്ച ആ പാട്ട് നമുക്ക് കേട്ടാലോ. ഫസ്റ്റ് പാടി ഏത് പാട്ടായിരുന്നു? ഫസ്റ്റ് പാടിയത് നരൻ സിനിമേല ശൂരമ്പടയുടെ ചെമ്പട. നല്ല പാട്ടാണത്. ആദ്യത്തെ പാട്ടങ്ങ് പാടിക്കോ, ഒരു സർപ്രൈസ് ആവട്ടെ. ശൂരമ്പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടിയേറ്റി ഒട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലി കുന്നിന്മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടി മേളം, വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര, വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. ആദ്യമായിട്ടാണ് ഈ പാട്ട് ഇത്ര ഒറിജിനൽ മറന്നുപോയി. അല്ല, ഞാനതാ പറയാ, ഇനിപ്പെന്തറിയാ ഇത് ബൈറ്റ് കിടക്കും ഇങ്ങനെ. അല്ല, ആ ടെമ്പോ എന്ത് ഫാസ്റ്റാണ്. ആ ടെമ്പോന് എന്ത് നിസ്സാരമായിട്ടാണ് ഇപ്പോഴും വേൽമുരുകാരോഹര അങ്ങനെ മതി. ഇതിപ്പോ മാറി. ഈ പാട്ട് ദീപക് ദേവ് പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പാട്ടുകൾ അങ്ങോട്ടേക്ക് പറഞ്ഞു പാട്ടെ. കരളേ നിൻ കൈ പിടിച്ച ആ പാട്ട് ചേച്ചി ഒന്ന് പാടിയേച്ചി കുറച്ച്. സത്യം ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. അല്ല രസവും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ പാടിക്കോ. എനിക്ക് വേറെ എന്റെ കുറച്ച് പാട്ടുകളെ മലയാളത്തിൽ അറിയുള്ളൂ. അതേതാണ്? ലാലി 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 പാടിയേച്ചി. ലാലി 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 ലീലോ മലരൊളി മന്ദാര മലരേ മഞ്ചാടി മണിയേ ചാഞ്ചാടും മഴകേ പുതുമലരേ പൊന്നാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ഞു മലരേ ലാലി 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 ലീലോ. ഞാൻ ചേച്ചി ഇതൊരു പാടി ഞാൻ കണ്ടില്ല. വേറെ എവിടെയും പാടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ചേച്ചി ആദ്യത്തെ പാടി കേൾക്കണത് ശരി. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് വിഘ്നേഷിന്റെ പാട്ടിന് നമുക്ക് കേൾക്കാം. കരളെ നിൻ കൈ പിടിച്ചാൽ. ആ പാട്ടിന്റെ ഒരു ഫെയ്ത്ത്ഫുൾ രീതിയിലുള്ള ഭയങ്കര ഭക്തിപൂർവ്വം നമുക്ക് കേൾക്കാം. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രക്കൊടി നെയ്തൊരുങ്ങി മേട കൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി, മംഗല്യ പന്തലൊരുങ്ങി, എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ, എന്നു വരും. ആ പേര് കൂടെ എനിക്കത് കേൾക്കണം. പേരെങ്ങനെ വരും? ആ നന്നായി. ഇല്ലെങ്കിൽ ആ പേര് കൂടെ എങ്ങനെ വരും എനിക്കത് കേൾക്കണമായിരുന്നു. ഇത് സംഗീത സംവിധായകന്മാർ കേട്ട് കഴിഞ്ഞാൽ വട്ടായി പോകും. എനിക്കൊരു പാട്ട് പാടി തരുമോ? പടകാളി ഒന്ന് പിടിക്കോ? പടകാളി ചണ്ടി ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതി അടിയനിൽ അലിവോടൊന്നിത്തിരി കനിയണമേ, പറമേളം ചെണ്ട ചേങ്ങില തൃത്തുടി മദ്ദളം, അരമണി കിണി കിണി പല താളം, തക്കിടക്കിട തകത ചുവടുകളിനി ഒരു ഞൊടിയിട പിഴയരുതേ ഹോയമ്മ, ഹോയ് ഹോയ് അടവു പകിടകൾ ഒരുളണം. ഗംഭീരായിരുന്നു. ഇപ്പോഴും എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഇസ് ആക്ച്വൽ സോങ് എന്നുള്ളതും ഇങ്ങനെയാണ് ഇതിന്റെ ട്യൂൺ എന്നുള്ളതും.
ഭയങ്കര മാനിപ്പുലേറ്റിംഗ് പോലെ ആയി പോയിട്ടോ. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ ലാലേട്ടനും അമ്പിളി ചേട്ടനും ഇല്ല അതിൽ. പോയി നടയിൽ നിന്നിട്ട് നമ്മള് ദൈവത്തിനോട് പ്രാർത്ഥിക്കില്ലേ? തന്നെ ആ ഹോയ് ഹോയ് അയ്യോ. ഹോയ് കൊള്ളാം. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വീട്ടിൽ എപ്പോഴും ഒറ്റ പാട്ട് പാടി നടക്കുന്നു എന്ന് പറഞ്ഞു അതും അക്ഷരത്തെറ്റാണ്. എന്റെ അമ്മ എന്നും പറയും. അപ്പൊ ഇനി അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതുകൂടെ മാറ്റാം. നമ്മുടെ ആവേശത്തില് ഒരു സൽപുത്രൻ പിറന്നടപ്പണ്ടേ. ശ്രീവിദ്യയുടെ ആവശ്യപ്രകാരം അതാ അടുത്ത ഗാനം വരികയാണ്. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന ശരിക്കും എങ്ങനെയാ? ആഹാർമാദം ആർക്കും ആർമാദം, ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ആഹാർമാദം ആർക്കും ആർമാദം, ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ഞാൻ ഇനി എങ്ങനെ കുളിക്കും? അല്ലെങ്കിൽ പിന്നെ അങ്ങ് കുളിക്കുന്ന പോലെ. പാട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ പാട്ടായിട്ട് പഠിച്ചിട്ടില്ല. വീട്ടിലാരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? വീട്ടില് ചേച്ചി പാടും. ആണ്. ആ ഓക്കെ ഓക്കെ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഫാമിലി ആരൊക്കെയാ ഉള്ളത്? ഫാമിലി അച്ഛൻ അമ്മ, പെങ്ങള് മാരീഡ് ആണ്. ആണ്. താങ്കളുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഈ ട്യൂണടി അല്ലാണ്ട് ലൈനടി ഒന്നും നടക്കുന്നില്ലേ സൈഡിൽ കൂടെ? ടൈം കിട്ടിയിട്ടില്ല. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കാണും, ഫാൻസ് ഒക്കെ കാണും. പിള്ളേർ വിചാരിച്ചാണ് സാമി ആയിരിക്കും മാറ്റി ഒന്ന് ഫ്രീക്കറായിട്ട് ഒന്ന് പാടി നോക്കും. അല്ല ഈ എപ്പിസോഡ് വരുമ്പോ തിരിച്ചു വരും. നീ ആദ്യം തന്നെ പറ്റി ആലോചിക്കേ, നീ വെറുതെ വേറെ ആൾക്ക് ഉപദേശിക്കണ്ട. ചേച്ചി ആ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരുടെ വിഷമം ചേച്ചിക്ക് എനിക്ക് ഒരു മനസ്സിലാവും. ചേച്ചി ഈ പ്രായത്തിൽ എത്ര വീട്ടിൽ ചെലവിന് കൊടുക്കണമെന്ന് അറിയാമോ ചേച്ചി? ചേച്ചിയാ നീ ഞാനാ അതിലൊന്നിനെ കിട്ടിയ പോരായിരുന്നു. ശ്രദ്ധിക്കുക. ശരി ശരി, നമുക്ക് ഗാനങ്ങളിൽ അടുത്തതായിട്ട് കത്തയച്ചിരിക്കുന്നത് ഡയാന. ഡയാന. അതെ, അതായത് നമ്മൾ ഇത്രയും നേരം മലയാള പാട്ടുകളാണല്ലോ കേട്ടത്, നമുക്ക് തമിഴിലേക്ക് പോയാലോ? ലിയോയിലെ പാട്ട് മറ്റേ ബാഡാസ്. ഇന്നത്തെ ഗാനത്തിൽ ഡയാന ആവശ്യപ്പെട്ടിരിക്കുന്നത് തമിഴ് ഗാനമാണ്. ബാഡാസ് എന്ന ഗാനം പാടാൻ പറ്റും. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും കേട്ടോ, കാരണം ഇച്ചിരി, ബാഡാസ് മാ ദനനനനനന. சிங்கம் இறங்குன காட்டுக்கு விருந்து, இவன் வேட்டைக்கு செதறணும் பயந்து, பெருப்புலிக்கெல்லாம் முற்றுப்புள்ளி எழுதி, உடலுருவர சம்பவம் உறுதி, இதுவரையில நல்லவ இருந்தா badass, Mr. Leodas is a badass. இந்த கதையில ராட்சச முகம்தான் badass, Mr. Leodas is a badass. അയ്യോ, നമ്മളിനി അനിരുദ്ധിനോട് എന്ത് സമാധാനം പറയും? നീ അടുത്ത് പരിചയക്കാരാ? ചോദിച്ചങ്ങള് പറഞ്ഞാ മതി. അല്ല ആലോചിക്കണം, ഈ പാട്ട് ആ സിനിമയിലുണ്ടായിരുന്നെങ്കിൽ. അയ്യോ ഈ പാട്ടിൽ വിജയ് എന്ത് കാണിക്കുമായിരുന്നു? പക്ഷെ നന്നായിരുന്നു കേട്ടോ. കൊള്ളാം ഞെട്ടിച്ചു. അല്ല എനിക്ക് എന്താ ഫീൽ വന്നത്, ഈ സ്റ്റേജിൽ ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് ടാലൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒന്ന് പോയി തരുമോ കൊന്നിട്ട് പോടാ എന്നുവെച്ചാ അങ്ങനെ പറയുന്നതല്ല, നമ്മൾ അത്രയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്തത് ഭയങ്കര അത്ഭുതമാണ്. നമുക്ക് അതൊരു കഴിവാണ്, നമ്മൾ അങ്ങനെ ചെയ്യാൻ. ഇതെല്ലാം അപ്രിസിയേഷൻ ആയിട്ട് ഞാൻ എടുക്കണുള്ളൂ. അല്ല എന്തായാലും വിഘ്നേഷ് ഈ ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ, പക്ഷെ എല്ലാം അങ്ങനെ കൊല്ലരുത്. കൊല്ലാതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് വരികൾ എഴുതിയ ഒരു പാട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ ഇതുവരെ? 1.5 മാസം ആയതുകൊണ്ട് അറിയത്തില്ലായിരിക്കും അല്ലേ? അല്ല, ഇനിയിപ്പോ ഞാനത് പാട്ട് എഴുതി സംഗീതമൊക്കെ കൊടുത്തു വരുമ്പോ ആരെങ്കിലും ഇതുപോലെ കൊന്നു കഴിഞ്ഞാൽ അറിയാം ബ്രോയിന് ആ ഒരു സങ്കടം ഞാൻ സഹിക്കും. പക്ഷെ എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എന്തായാലും ഒരു സോങ് കമ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ പറയണത്, ഏത് പാട്ടിനും ട്രോൾ ചെയ്താലും ഇപ്പൊ വിഘ്നേഷ് ഒറിജിനൽ പാട്ടിന് അതൊരു വലിയൊരു എന്താ പറയാ ഒരു നേട്ടമാണ്. ഇറ്റ്സ് എ ബിഗ് തിങ്, ബിക്കോസ് അത്ര നല്ലൊരു പാട്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നണത്. സോ അത് ഇറ്റ്സ് ലൈക്ക് എ ബിഗർ സക്സസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഈ പാട്ടടിയും ലൈനടിയൊക്കെ ഒരേപോലെ നല്ല നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.